ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ അഡിക്ഷൻ ഉണ്ടാക്കുന്ന വസ്തുക്കളിൽ ഒന്നാണ് കൊക്കെയിൻ. ഞാനിന്ന് കൊക്കെയിനെ കുറിച്ച് പറഞ്ഞു തരാം. ഇന്ന് മിക്ക ആളുകൾക്കും കൊക്കെയിൻ അഡിക്ഷൻ ഉണ്ടാക്കും എന്നറിയാം. എങ്കിലും ഇപ്പോഴും ആയിരക്കണക്കിന് ആളുകൾ അതിലേക്ക് ആകർഷിക്കപ്പെടുന്നു. വൈറ്റ് ക്രിസ്റ്റലൈൻ പൗഡറായ കൊക്കെയിൻ്റെ മറ്റു പേരുകളാണ് കോക്ക്, ബ്ലോ, ക്രാക്ക് എന്നിവ. വൈദ്യശാസ്ത്രത്തിൽ കൊക്കെയിന് ഒരു നീണ്ട പങ്കുണ്ട്. അനസ്തേഷ്യ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഡോക്ടേഴ്സ് ഇതിനെ പെയിൻ കില്ലറായി ഉപയോഗിച്ചു. കൊക്കെയിൻ എല്ലാവരെയും വ്യത്യസ്തമായി ബാധിക്കുന്നു. ചില ആളുകൾക്ക് യൂഫോറിയ, അതായത് അതിയായ സന്തോഷമുള്ള അവസ്ഥയുണ്ടാകുന്നു. എന്നാൽ ചിലരിൽ വേദന, ഉത്കണ്ഠ, ഭ്രമാത്മകത എന്നിവയുണ്ടായതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൊക്കെയിൻ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ അത് ബ്രെയിനിലെ ഡോപ്പാമിനിൽ പ്രവർത്തിക്കുന്നു. റിവാർഡ്സും ഹാപ്പിനെസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ് ഡോപ്പാമിൻ. കൊക്കെയിൻ എടുക്കുന്ന ഒരു വ്യക്തിക്ക് പുതിയതായി കണ്ടുപിടിച്ച ഒരു സന്തോഷം ലഭിക്കുന്നു. ആ സന്തോഷത്തിന് വേണ്ടി ബ്രെയിൻ വീണ്ടും ആഗ്രഹിക്കുന്നു. ആ സന്തോഷമാണ് ഡോപ്പാമിൻ റിവാർഡ്. അതിനുവേണ്ടി വീണ്ടും ആഗ്രഹിക്കുന്നത് മൂലം ബ്രെയിൻ്റെ ന്യൂറോ കെമിസ്ട്രി തന്നെ മാറുകയും അത് പിന്നീട് ഡ്രഗിൻ്റെ മിസ്യൂസിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഇനി കൊക്കെയിൻ്റെ ഉപയോഗ രീതികളും അവയുടെ അപകട സാധ്യതകളും നോക്കാം. കൊക്കെയിൻ മൂക്കിൽ കൂടി വലിച്ചു കയറ്റുകയോ ഇൻജെക്ട് ചെയ്യുകയോ സ്മോക്ക് ചെയ്യുകയോ ചെയ്യാം. ഇവയ്ക്കെല്ലാം അപകട സാധ്യതകളുണ്ട്. കൊക്കെയിൻ ഇൻജെക്റ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇഫക്റ്റ് 15 മുതൽ 30 മിനിറ്റ് വരെ നീണ്ടു നിൽക്കും. ഇൻജെക്റ്റ് ചെയ്യുന്നതിലൂടെ കഠിനമായ വാസോ കൺസ്ട്രിക്ഷൻ, അതായത് രക്തക്കുഴലുകൾ ചുരുങ്ങുന്ന അവസ്ഥ ഉണ്ടാകുകയും അതുമൂലം രക്തയോട്ടം കുറയുകയും ടിഷ്യൂ ഡാമേജ് ഉണ്ടാവുകയും ചെയ്യും. അലർജി, ഹെപ്പറ്റൈറ്റിസ്, HIV, ഹൃദ്രോഗം, സെപ്സിസ്, അതായത് രക്തത്തിലെ അണുബാധ എന്നിവ ഉണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ്. കൊക്കെയിൻ്റെ കാര്യത്തിൽ കൊക്കെയിൻ കട്ട് ഉണ്ട്, അതായത് ഡീലേഴ്സ് ചെയ്യുന്ന മിക്സിംഗ് ആണിത്. ചിലപ്പോൾ ഡ്രഗിൻ്റെ എഫക്റ്റ് ഇതുവഴി കൂടാം അല്ലെങ്കിൽ കുറയാം. വിഷാംശമുള്ള വസ്തുക്കൾ മിക്സ് ചെയ്യുന്നത് വഴി മരണം വരെ സംഭവിക്കാം. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കുരുക്കളും കരൾ, തലച്ചോർ എന്നിവയ്ക്ക് കേടുപാടുകളും വരുന്നു. ഇനി കൊക്കെയിൻ സ്മോക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇഫക്റ്റ് 5 മുതൽ 10 മിനിറ്റ് വരെ നീണ്ടു നിൽക്കാം. ശ്വാസതടസ്സം, ശ്വാസകോശത്തിന് വീക്കം, ബ്രോങ്കൈറ്റിസ്, വിട്ടുമാറാത്ത ചുമ എന്നിവയെല്ലാം ഇതിൻ്റെ അപകട സാധ്യതകളാണ്. മൂക്കിൽ കൂടി വലിച്ചെടുക്കുമ്പോൾ അത് പുക വലിക്കുന്നതിനേക്കാൾ പതുക്കെ ബ്രെയിനിലെത്തുകയും നേരിയ ഉന്മേഷം നൽകുകയും ചെയ്യും. പക്ഷേ ഇത് 15 മുതൽ 30 മിനിറ്റ് വരെ നീണ്ടു നിൽക്കാം. മൂക്കൊലിപ്പ്, മൂക്കിൽ നിന്നും രക്തസ്രാവം, പരുക്കൻ ശബ്ദം, ഗന്ധം നഷ്ടപ്പെടൽ, വിഴുങ്ങുന്നതിൽ ബുദ്ധിമുട്ട് എന്നിവ ഉണ്ടാകുന്നു. ലോങ് ടേമായി കൊക്കെയിൻ ഉപയോഗിക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതാണ് സെപ്റ്റൽ പെർഫറേഷൻ അല്ലെങ്കിൽ സെപ്റ്റത്തിൽ ദ്വാരം. ഇതിനെ കോപ്പ് നോസ് എന്നും വിളിക്കുന്നു. അടുത്തത് കൊക്കെയിൻ്റെ സൈക്കഡലിക് എഫക്ട്സ് എന്തെല്ലാമാണെന്ന് നോക്കാം. കൊക്കെയിൻ്റെ ഏത് തരത്തിലുള്ള ഉപയോഗവും ദുരുപയോഗമായി കണക്കാക്കപ്പെടുന്നു. കാരണം ഇത് നിയമവിരുദ്ധമായ ഒരു വസ്തുവാണ്. ഒരിക്കൽ അഡിക്റ്റഡ് ആയ കൊക്കെയിൻ ഉപയോഗിക്കുന്ന ആൾ ഒരു അഡിക്ഷൻ സൈക്കിളിലേക്ക് വീഴുന്നു. ഇതിൽ നിന്ന് മുക്തി നേടാൻ പിന്നീട് അയാൾ കൊക്കെയിൻ പൂർണ്ണമായി ഉപേക്ഷിക്കേണ്ടി വരും. കൊക്കെയിൻ വഴിയുള്ള എഫക്ട്സിനെ കൊക്കെയിൻ ഹൈ അല്ലെങ്കിൽ കൊക്കെയിൻ ക്രാഷ് എന്നെല്ലാം അറിയപ്പെടുന്നു. ഇതിനെ കൊക്കെയിൻ ഇൻടോക്സിക്കേഷൻ എന്നും വിളിക്കുന്നു. ഈ അവസ്ഥകൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ ഓരോരുത്തരിലും വ്യത്യാസപ്പെട്ടിരിക്കും. ആദ്യത്തെ ഇഫക്റ്റാണ് യൂഫോറിയ. ഇത് കൊക്കെയിൻ ഉപയോഗിക്കുന്ന ആൾ ആഗ്രഹിക്കുന്ന കൊക്കെയിൻ ഹൈ ഇഫക്റ്റ് ആണ്. ഒരു വ്യക്തി കൊക്കെയിൻ ഉപയോഗിച്ചതിന് തൊട്ടു പിന്നാലെ ഈ ഇഫക്റ്റ് ആരംഭിക്കുന്നു. ഇത് 30 മിനിറ്റ് വരെ നീണ്ടു നിൽക്കാം. ഇതൊരു പ്രത്യേക തരം ആനന്ദമാണ്. എന്തോ നേട്ടം കൈവരിച്ചതുപോലെ ബ്രെയിനിനെ കൊക്കെയിൻ ഉത്തേജിപ്പിക്കുന്നു. ഇത് പ്രതിഫലദായകമായ അല്ലെങ്കിൽ റിവാർഡ് അച്ചീവ് ചെയ്തതുപോലെ ഒരു വികാരം സൃഷ്ടിക്കുന്നു. അഡിക്ഷൻ ഉള്ള ആൾ വീണ്ടും വീണ്ടും കൊക്കെയിൻ ഉപയോഗിക്കാനുള്ള കാരണം ഇതാണ്. അടുത്തത് ആത്മവിശ്വാസം അല്ലെങ്കിൽ സെൽഫ് കോൺഫിഡൻസ്. കൊക്കെയിൻ ഉപയോഗിക്കുന്ന ആൾക്ക് താൻ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ മെച്ചപ്പെട്ടതായി തോന്നാം. മറ്റാളുകളെക്കാൾ മികച്ചതായി തോന്നുന്ന അവസ്ഥ വരെ ഇതെത്താം. ഇതിനെ ഗ്രാൻഡിയോസിറ്റി എന്നാണ് പറയുന്നത്. ഇതിൽ ഒരാൾ ദൈവത്തെ പോലെയായി എന്ന് വരെ തോന്നാം. ഇതെല്ലാം കൊക്കെയിൻ കൊണ്ടുണ്ടാകുന്ന തോന്നലുകളാണ്. അതുകൊണ്ട് തന്നെ ഇതൊന്നും യഥാർത്ഥമല്ല. ഈ തോന്നലുകൾ മറ്റുള്ളവരെ അലോസരപ്പെടുത്തുകയും സാമൂഹിക പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും. എന്നാൽ ഈ ഹൈ ഇഫക്റ്റിൽ നിന്ന് താഴെ വരുമ്പോൾ താൻ വളരെ മോശപ്പെട്ട ആളാണെന്നും തോന്നാം. ഈ ഇഫക്റ്റ് ആളുകളെ കൂടുതൽ എനർജറ്റിക്കും സോഷ്യബിളും ആക്കും. സാമൂഹിക ഉത്കണ്ഠയും ലജ്ജയും പുറത്തിറങ്ങി കാര്യങ്ങൾ ചെയ്യാൻ മടിയുമുള്ള ആളുകളെ ഇത് ആകർഷിക്കും. കൊക്കെയിൻ ഉപയോഗിക്കുമ്പോൾ ഇവർ കൂടുതൽ സംസാരിക്കുന്നവരും കൂട്ടത്തിൽ കൂടുന്നവരുമായി മാറിയേക്കാം.
എന്നാൽ ചിലപ്പോൾ കോപം പൊട്ടിപ്പുറപ്പെടുന്നതിനും അസ്വസ്ഥതയ്ക്കും ഓവർ ആക്ടിവിറ്റിക്കും ഉത്കണ്ഠ കൂടി സംശയരോഗം പോലുള്ള ഭ്രാന്തമായ അവസ്ഥയ്ക്കും കാരണമായേക്കാം. യഥാർത്ഥത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ കാണാനും കേൾക്കാനും അനുഭവിക്കാനും കൊക്കെയിൻ കാരണമാകുന്നു. ഇതിനെ ഭ്രമാത്മകത അല്ലെങ്കിൽ പെർസെപ്ച്വൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ ഹാലൂസിനേഷൻസ് എന്ന് പറയുന്നു. അടുത്ത ഇഫക്റ്റാണ് ക്രാഷ്. കൊക്കെയിൻ ഉപയോഗിച്ച സ്ത്രീകളും പുരുഷന്മാരും കൊക്കെയിൻ ഇല്ലാതെ തന്നെ അങ്ങേയറ്റം വിഷാദവും അസ്വസ്ഥതയും അനുഭവിക്കുന്നെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൊക്കെയിൻ്റെ ഉന്മേഷദായകമായ കുത്തൊഴുക്ക് കഴിയുമ്പോൾ ഒരു വ്യക്തിക്ക് ഉത്കണ്ഠ, പിരിമുറുക്കം, മൂഡ് സ്വിങ്സ്, ഡിപ്രഷൻ എന്നിവയുണ്ടാകുന്നു. ഇതാണ് ക്രാഷ് ഇഫക്റ്റ്. ഇനി കൊക്കെയിൻ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫിസിക്കൽ ഇഫക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. കൊക്കെയിൻ ഉപയോഗിക്കുമ്പോൾ ശാരീരികമായും വ്യത്യാസങ്ങൾ അനുഭവപ്പെടും. ഹൃദയതാളം, ശ്വസനം, വിയർപ്പ്, വളരെ ചൂടോ തണുപ്പോ തോന്നൽ, പേശികളുടെ ബലഹീനത അല്ലെങ്കിൽ ഓക്കാനം എന്നിവ അനുഭവപ്പെടും. കൊക്കെയിൻ ഉപയോഗിക്കുമ്പോൾ അരോചകമായ പല സിംറ്റംസും ബ്രെയിൻ തന്നെ പ്ലഷറബിൾ സിംറ്റംസ് ആക്കി മാറ്റും. അതുകൊണ്ട് തന്നെയാണ് ആളുകൾ കൂടുതൽ കൊക്കെയിന് അഡിക്റ്റഡ് ആവുന്നത്. എന്നാൽ പിന്നീട് വളരെ ഭയാനകമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളും മരണം വരെ സംഭവിക്കാം. കൊക്കെയിൻ്റെ കൂടെ ആൽക്കഹോൾ ഉപയോഗിക്കുമ്പോൾ പ്രത്യാഘാതങ്ങൾ കൂടുന്നു. ഒരു പ്രാവശ്യം ഡ്രഗ് എടുക്കുമ്പോൾ കിട്ടുന്ന ഇഫക്റ്റ് നെക്സ്റ്റ് ടൈം കിട്ടുന്നില്ല. ഇതിനെയാണ് ഡ്രഗ് ടോളറൻസ് എന്ന് പറയുന്നത്. ഇതുള്ളപ്പോൾ ആളുകൾ വീണ്ടും വീണ്ടും ഡ്രഗ് എടുത്ത് അതിന് അഡിക്റ്റഡ് ആകുന്നു. ഇനി കൊക്കെയിൻ്റെ സൈഡ് എഫക്ട്സ് നോക്കാം. കൊക്കെയിന് ശാരീരികമായും മാനസികമായും പാർശ്വഫലങ്ങൾ ഉണ്ടാകും. ശാരീരികമായ പാർശ്വഫലങ്ങളാണ് കൺസ്ട്രിക്റ്റഡ് ബ്ലഡ് വെസൽസ്, ഡയലേറ്റഡ് പ്യൂപ്പിൾസ്, ഇൻക്രീസ്ഡ് ബോഡി ടെമ്പറേച്ചർ, ഇൻക്രീസ്ഡ് ഹാർട്ട് റേറ്റ്, ഇൻക്രീസ്ഡ് BP, വെയ്റ്റ് ലോസ്, നോസിയ, അബ്ഡോമിനൽ പെയിൻ, ട്രെമേഴ്സ് ആൻഡ് വെർട്ടിഗോ. മാനസികമായ പാർശ്വഫലങ്ങളാണ് പാനിക്, അഗ്രഷൻ, ഇറിറ്റബിലിറ്റി, ആൻസൈറ്റി, ഡിപ്രഷൻ, റിപ്പിറ്റേറ്റീവ് ബിഹേവിയേഴ്സ്, poor judgment, ഹാലൂസിനേഷൻ, പാരനോയ. അപൂർവമാണെങ്കിലും കൊക്കെയിൻ ആദ്യമായി ഉപയോഗിക്കുമ്പോഴോ അപ്രതീക്ഷിതമായി പിന്നീടുള്ള ഡോസസ് എടുക്കുമ്പോഴോ പെട്ടെന്നുള്ള മരണം സംഭവിക്കാം. കൊക്കെയിനുമായി ബന്ധപ്പെട്ട മരണങ്ങൾ പലപ്പോഴും ഹൃദയസ്തംഭനത്തിൻ്റെ അല്ലെങ്കിൽ ശ്വാസതടസ്സത്തെ തുടർന്ന് ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്ക് ആത്മവിശ്വാസക്കുറവോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായി സൗഹൃദത്തിൽ ഏർപ്പെടാൻ മടിയോ ഉണ്ടെങ്കിൽ അതിന് പരിഹാരം ഒരിക്കലും ഒരു ലഹരി പദാർത്ഥമല്ല. കാരണം അത് ചിലപ്പോൾ പ്രശ്നങ്ങളെ മറയ്ക്കുകയും പിന്നീട് അതിൻ്റെതായ കൂടുതൽ പ്രശ്നങ്ങളെ കൊണ്ടുവരികയും ചെയ്യും. സോ സ്റ്റേ അവേ ഫ്രം ഡ്രഗ് ആൻഡ് അഡിക്ഷൻ.